ഹായ്. ഗോവയിൽ വന്നാൽ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ആരംബോൾ ബീച്ച്. നമ്മളെല്ലാവരും ഗോവയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിക്കവാറും പേര് മലയാളീസ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സൗത്ത് ഇന്ത്യൻസ് നേരെ അഞ്ജന, വാഗത്തൂർ, ബാഗ, കല്ലങ്കോട് അങ്ങനെ കറങ്ങിയിട്ട് തിരിച്ചു പോകലാണ് പതിവ്. പിന്നെ പഞ്ചി, മപ്സ, കാസിനോ റിലേറ്റഡ് സ്ഥലങ്ങൾ. പക്ഷേ ഇതിലൊക്കെ വശ്യ സുന്ദരമായൊരു സ്ഥലമുണ്ട്. ദറ്റ്സ് കോൾ ആരംബോൾ ബീച്ച്. നമ്മൾ ആരംബോൾ ബീച്ചിൻ്റെ ഒരു മനോഹാരിതയിലേക്ക് കിടക്കാം. ദ ബ്യൂട്ടി ഓഫ് ആരംബോൾ ബീച്ച്. ഇവിടെ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സാണ് ഇവിടെ തമ്പടിക്കാറ്. അതിന് കാരണം ഇത്രയും ക്രൗഡ് നിങ്ങൾക്ക് ഒരു കാരണവശാലും വേറൊരു ബീച്ചിൽ ഇങ്ങനെ കാണാൻ പറ്റില്ല. ഇത് ഓഫ് സീസൺ ക്രൗഡാണ് കേട്ടോ, സീസൺ ക്രൗഡല്ല, ഓഫ് സീസൺ ക്രൗഡാണിത്. ഓഫ് സീസൺ ക്രൗഡ് എന്ന് വെച്ചാൽ നവംബർ സീസൺ തുടങ്ങാൻ ഇനിയൊരു മാസം കൂടി ഉണ്ട്. ഡിസംബർ ഫസ്റ്റ് വീക്കാണ് നല്ല സീസൺ തുടങ്ങുള്ളൂ. പക്ഷേ വേണ്ട, ഇത് അല്ല ഇതിൻ്റെ യഥാർത്ഥ ബ്യൂട്ടി. ഇത് ഒരു ബീച്ച് ബ്യൂട്ടി മാത്രം, ഒരു ബേ വാച്ച്. നമ്മൾ ഓരോന്നും കണ്ടു പോകും ഈ ഏരിയയുടെ. അപ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ എന്തുകൊണ്ടാണ് ഞാൻ അത്രയും വലിയൊരു ഇൻട്രോ ഒക്കെ തന്നെന്ന് മനസ്സിലാവുള്ളൂ. ആ ബോട്ടിൻ്റെ നടുവിലൂടെ നമുക്കൊരു ഷോട്ട് എടുത്താൽ നല്ല രസമുള്ളൊരു ഫ്രെയിം കിട്ടും. പട്ടി കുറയ്ക്കണത് നമ്മൾ നോക്കിയിട്ട് അന്ന് തെറ്റിദ്ധരിച്ചു. അല്ല, ഒരു കാക്കയെ നോക്കിയിട്ടായിരുന്നു. നല്ല രസമുള്ളൊരു ബ്യൂട്ടി കിട്ടുന്നില്ലേ? രസമല്ലേ? ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡ് മുഴുവൻ മലയും ആ മലയുടെ സൈഡിൽ മുഴുവൻ റിസോർട്ടും മീൻസ് ഹോം സ്റ്റേ റിസോർട്ട്സുകളും അങ്ങനെയുള്ള സംഭവങ്ങളും മുഴുവനും. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് മലയിലേക്ക് കയറാനായിട്ടുള്ള വഴികളും ഇടുങ്ങിയ വഴികളും പിന്നെ വീതിയുള്ള ബീച്ചും. അപ്പം നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ ലാൻഡ്സ്കേപ്പല്ലേ കണ്ടത്. ഇതെല്ലാം കൂടി ഒരു സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ള ബീച്ചാണ് ആരംബോൾ ബീച്ച്. നമ്മൾ ആ ബോട്ടുകൾ കിടക്കുന്നതിൻ്റെ അടുക്കിലേക്ക് പോകാം. ആദ്യം കാരണം ഈ വഴിയാണ് നമ്മൾ അവിടെ ഒരു അതിലേക്ക് ഇറങ്ങിപ്പോകല്ലേ. നമുക്ക് അതിലേക്ക് ഇറങ്ങിപ്പോകാം. കാരണം ഇവിടെ ഒരു ചെറിയ തോട് പോലെ ഉണ്ട്. അപ്പോൾ ആ തോട്ടിലൂടെ പോകണമെങ്കിൽ നമ്മളങ്ങനെ കണ്ട് പോകാം. ആ കടലിൻ്റെ ബ്യൂട്ടി നമുക്ക് കണ്ട് പോകാം. കൊതിപ്പിക്കുന്ന ബ്യൂട്ടി അല്ലേ, അതാണിവിടെ. നമുക്കപ്പോൾ അതൊരു കറക്കി എടുത്ത് നോക്കാം. നല്ല രസം തോന്നും. അപ്പോൾ അതായത് നമുക്കൊന്ന് കറക്കി എടുത്ത് നോക്കാം. നൈസല്ലേ? നൈസല്ലേ? ഇതാ കാണുന്ന കണ്ടോ,
ഒരു ഷേപ്പിലുള്ള പാറക്കൂട്ടമാണ് അല്ലേ, ഒരു വ്യത്യസ്ത ഷേപ്പിലുള്ള പാറക്കൂട്ടം. നമ്മളപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ വേറൊരു രീതി ഉണ്ടാവും. കണ്ടോ, നൈസല്ലേ നോക്കി. ഇതിൻ്റെ ഇടയിലൂടെ പടച്ച് കയറാനൊരു വഴിയുണ്ട്, നോക്കട്ടെ. നമ്മൾ ആ കല്ലുകൾക്കിടയിലൂടെ പോകാനൊരു വഴിയുണ്ടെന്ന് പറഞ്ഞത്, പക്ഷെ അത് വഴി ലോക്കാണ്. നമുക്കതിന് പകരമായിട്ട് നമുക്ക് വേറെ വഴിയിലൂടെ കറങ്ങി പോകാം. അപ്പോൾ നമ്മൾ കറങ്ങി നമ്മൾ ആ മലയുടെ മുകളിലേക്ക് നമ്മൾ കയറി. അതിൻ്റെ മുകളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ കാത്തിരിക്കുന്ന, നമ്മൾ കാണാൻ കൊതിക്കുന്ന ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. ഒരു നല്ല ഡെസ്റ്റിനേഷൻ ഉണ്ട്. പക്ഷെ അവരാ വഴി അടച്ചിട്ട് നേരെ ഇതുവഴി, നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ, അപ്പോൾ ആളുകൾ ഈ വഴി വരുമ്പോൾ നിറയെ വ്യാപാര സ്ഥാപനങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയാക്കി. ഓക്കെ 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 भाई ഓക്കെ. നമ്മുടെ അവിടെ നമുക്കിവിടെ കുറേ കടകളുണ്ട്, ചെറിയ ചെറിയ ടീ ഷോപ്സുകളും മദ്യശാലകളൊക്കെ ഉണ്ട്. നമ്മൾ ഈ വഴിയിലൂടെ നമ്മൾ നടക്കുന്നു. അങ്ങനെ നമ്മൾ വെറുതെ ഇല്ല, അവരാ വഴി അടച്ചത്. ഇത്രയും മനോഹരമായൊരു ബ്യൂട്ടി ഇവിടെ മിസ് ചെയ്യണ്ടല്ലോ പബ്ലിക്കിന്, അതുകൊണ്ടാണ്. വേണ്ട എന്താ സൺസെറ്റ് കാണാം. നല്ല സൺസെറ്റ് കാണാം. എന്താ ഇത് രസമാണ് നോക്കി. എന്താ രസമല്ലേ, അടിപൊളിയല്ലേ. നല്ല രസമുള്ള ഇടവഴികളിലൂടെ നമ്മളിങ്ങനെ പിന്നെയും ചലിക്കുന്നു, മുന്നോട്ട് 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 മുന്നോട്ട്. നല്ല രസമുള്ള അതിൻ്റെ ബാക്കിൽ കൂടെ കാണുമ്പോൾ ഷോട്ട് നല്ല രസമുണ്ടായിരുന്നു അല്ലേ. അതിഭീകര ബ്യൂട്ടി കണ്ട. നമ്മൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ കണ്ടല്ലേ, ആ സ്ഥലമാണത്. നൈസല്ലേ. നൈസാണ്. നല്ല രസകരമായ വഴിയിലേ നോക്കി കണ്ട. രസം അല്ലേ, നൈസല്ലേ. നമുക്കിനി അങ്ങോട്ടേക്ക് ചെറുതായിരുന്നു ഇറങ്ങി നോക്കാം. എന്താ ഇത് മനോഹരമായ വഴിയാ നോക്കി, രസമല്ലേ നോക്കി. കിടുവല്ലേ, കിടുവെന്ന് വെച്ചാൽ കിടിലം അല്ലേ. എന്താ സൺസെറ്റ് ഒരു ബ്യൂട്ടി നമുക്ക് വേറെ ഒരു ആംഗിളിലൂടെ കാണിക്കാൻ പറ്റും. നോക്കട്ടെ, മിക്കവാറും പറ്റും.
എന്താ നല്ല രസമുള്ള അതിമനോഹരമായ ഒരു സ്ഥലത്തിലേക്ക് നമ്മളെത്തി. ഒരു നല്ല കിടിലൻ ഡെസ്റ്റിനേഷൻ അല്ലേ. കുറേ പാറക്കല്ല് കാണിക്കാനാണെന്ന് ചോദിക്കും ചിലപ്പോൾ ചിലർ കേട്ടോ. അതിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അമ്മാര് ബ്യൂട്ടിയാണ്. എന്താ രസം നോക്കി ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മളൊരു എന്താ പറയുക, മനസ്സൊക്കെ എങ്ങനെയുണ്ട് കുളിർന്ന് ഒരു വല്ലാത്ത ലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഈ ആരമ്പോൾ ബീച്ച് എന്നുള്ളത് മിക്കവാറും പേര് മിസ് ചെയ്യുന്നൊരു ബീച്ചാണ്. കാരണം ഇങ്ങോട്ടേക്കുള്ള യാത്രയാണ് അതിന് പ്രശ്നം. കാരണം വെച്ചാൽ ഗോവയിൽ നിന്നൊരു 40-45-50 കിലോമീറ്റർ ഇങ്ങോട്ട് പോകണം, തിരിച്ചും പോകണ്ടേ. 40 കിലോമീറ്റർ വന്നിട്ട് 40 കിലോമീറ്റർ തിരിച്ച് പോകണ്ടേ. അപ്പോൾ 80 കിലോമീറ്റർ ട്രാവലായി. ആ ഒരു ദുരിതം ഓർത്തിട്ട് വരാത്താണ്. പക്ഷേ നെവർ മിസ് ദ പ്ലേസ്, ഈസ് അമേസിങ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കാവുന്ന സന്തോഷങ്ങളിൽ, നിങ്ങളുടെ കണ്ണുകൾക്ക് ലഭിക്കാവുന്ന സന്തോഷങ്ങളിൽ ഏറ്റവും മികച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ളൊരു അനുഭൂതിയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുക. ഇനിയും ആരംഭോൾ വിശേഷങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, തൽക്കാലം നമ്മളൊരു ഷോർട്ട് സൈൻ ഔട്ട്. താങ്ക് യു.